ഫാത്തിമാ കൂട്ടായ്മ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ മണിക്കൂറുകളിൽ ശ്രമിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 49 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 49 മുതൽ 53 വരെയുള്ള തിരുവചനം. കിട്ടിയ ആളുറച്ച് വായിക്കാമോ? സമാധാനമല്ല ഭിന്നതകൾ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നതയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവും പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മക്കൾക്കും മകൾ അമ്മയ്ക്ക് എതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് കണ്ടോ? ഈ വചനഭാഗം കണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലെ 49 മുതൽ 53 വരെയുള്ള വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ വചനത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? സാധാരണഗതിയിൽ നമ്മളൊരു വചനം എടുത്ത് വായിച്ചാൽ ആ വചനം നമുക്ക് എന്തായി കിട്ടും? സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകും. എന്നാൽ ഈ വചനം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വചനം ആദ്യമായിട്ടല്ല, വചനം ഇത്രയും നാളും കേട്ടിട്ട് പോലും പലരും എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ഭാഗം ഒന്ന് നോക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? കാരണം ഈശോ നമ്മളെ കാണുമ്പോഴെല്ലാം ഈശോ നമ്മളെ കാണുമ്പോൾ ആദ്യമായി തൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഉദ്ധിതനായ കർത്താവ് അപ്പസ്തോലന്മാരുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ദൈവം അന്ന് എനിക്ക് നൽകിയ എന്റെ സമാധാനം ഇന്ന് എനിക്കുണ്ടോ? ഞാൻ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? എൻ്റെ ജോലിയിൽ സമാധാനമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? എൻ്റെ ചുറ്റുപാടും താമസിക്കുന്നവർക്ക് ഞാനൊരു സമാധാനമാണോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക അവിടുന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് 12-ാമത്തെ അധ്യായം 49-ാമത്തെ തിരുവചനത്തിൽ നമ്മളോട് പറയാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കേട്ടപ്പോൾ തന്നെ നമുക്ക് എന്തായി? നമുക്ക് ഭയമായില്ലേ? കാരണം ഇങ്ങനെ ഒരു വചനഭാഗം ഉണ്ടോ? നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നതെല്ലാം കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, കർത്താവിന്റെ ഹിതം അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ എന്ത് നിറയും? അനുഗ്രഹമായി മാറും. എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വേദനകളും മാറും. അതുപോലെ എൻ്റെ രോഗങ്ങളൊക്കെ ഈശോ സുഖപ്പെടുത്തും. എൻ്റെ കുടുംബത്തിൽ കർത്താവ് എന്ത് നൽകും? സമാധാനം നൽകും. അവൻ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ സമാധാനം എന്ന് പറയുന്നത് അനുഗ്രഹം കടന്നു വരുന്നതിന് മുമ്പ് ആ ഭവനത്തിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് സമാധാനം. ഒരു വ്യക്തിയിലേക്ക് ആദ്യം ചെല്ലുന്നത് ദൈവത്തിന്റെ സമാധാനമാണ്. സമാധാനം അനുഭവിക്കാത്ത ഒരു വ്യക്തിക്കും അനുഗ്രഹമായി മാറുവാനായിട്ട് ചേർന്ന് പറയാമോ? ഉച്ചത്തിൽ പറയാമോ? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോൾ ഇന്ന് ഈ പരിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഭൂമിയില് തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, എന്താണ് ഇത്രത്തോളം വലിയൊരു തീയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഈ തീയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? തീയുടെ പ്രത്യേകത എന്താ? തീ എല്ലാത്തിനെയും അങ്ങ് എന്ത് ചെയ്യും? വിഴുങ്ങും. ഒരിടത്ത് തീ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ആ തീ നമ്മൾ എന്ത് ചെയ്യും? വിഴുങ്ങും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ഈശോ ഭൂമിയിലേക്ക് വന്നത് തീയിടാനാണെന്ന് പറയുമ്പോൾ എന്ത് തീയാണ് കർത്താവ് നമുക്കിടുന്നത്? പ്രിയമുള്ളവരെ, തീയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ചെവികൾ തുറന്ന് കേൾക്കുക, ഹൃദയം തുറന്ന് കേൾക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ, ഹൃദയം തുറന്ന് സ്വീകരിക്കുമ്പോൾ, ആ സ്വീകരിക്കുന്ന വ്യക്തിയിൽ പുതിയൊരു ചൈതന്യം, പുതിയൊരു അഭിഷേകം, പുതിയൊരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു
വ്യക്തി ഈശോയിലേക്ക് തിരിയുമ്പോൾ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിന്റെ ചൈതന്യത്തിൽ അവൻ നിറയപ്പെടുന്ന നിമിഷങ്ങളിൽ അവനിലേക്ക് എത്തപ്പെടുന്നത് ദൈവത്തിന്റെ സഹായകനായ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി എന്തായി മാറും? ആ വ്യക്തി പഴയതെല്ലാം കടന്നുപോയി പുതിയൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടും. രൂപാന്തരീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അഗ്നിയാൽ അവനെ ശുദ്ധീകരിക്കും. അവനിലെ പാപാവസ്ഥകൾ, അവനിലെ മേഖലകൾ, അവനിലെ രോഗങ്ങൾ, അവന്റെ അവസ്ഥകളെ എല്ലാം എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കും. തീ എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നിയിൽ ശുദ്ധീകരിക്കുവാൻ സ്വർഗം ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, വചനം പറയാണ്, നീ ആയിരിക്കുന്ന ഭൂമിയിൽ, നമ്മളെവിടെ ആയിരിക്കുന്നത്? ഭൂമിയിൽ. ആ ഭൂമിയിൽ നീ തീ പിടിപ്പിക്കണം. എങ്ങനെയാ? ഞാനൊരു അഗ്നിയായി, ഞാനൊരു തീയായി മാറണം. എന്നെ കാണുന്നവരെന്തായി മാറണം? തീയായി മാറണം. ഞാനുമായി സഹകരിക്കുന്നവരൊരു തീയായി മാറണം. എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ വാക്ക് കേൾക്കുന്നവർ, എന്നോട് സഹകരിക്കുന്നവർ, എന്നോട് സംസാരിക്കുന്നവർ എന്ന് വേണ്ട, ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നിടമെല്ലാം എന്തായി മാറണം? പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ പുസ്തകത്തില് ദൈവമായ കർത്താവ് ഏലിയ പ്രവാചകനെ വിളിച്ചിട്ട് ഏലിയായോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഏലിയ, നീ എവിടെ? ഏലിയായോട് ദൈവം ചോദിക്കുകയാണ്, ഏലിയ നീ എവിടെയാണ്? ഏലിയ എന്ത് പറഞ്ഞു? അവിടെ ഏലിയ പറയാണ്, കർത്താവേ, ഞാൻ ഈ ഗുഹയ്ക്കുള്ളിലുണ്ട്. കർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, ഏലിയ, ആ ഗുഹയ്ക്കുള്ളിൽ നീ എന്തെടുക്കുകയാണ്? ഏലിയായോട് ദൈവം, ഏലിയ ആരാണെന്ന് നമുക്കറിയാലേ? കർത്താവിന്റെ ദാസനായ പ്രവാചകനായിരുന്നു. ആരാണ്? ഏലിയ. ഏലിയായിലൂടെയാണ് ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, ദൈവഹിതമല്ലാത്ത പ്രവർത്തികളിലൂടെ കടന്നുപോയവരെയൊക്കെ ഏലിയായെ കൊണ്ട് വെല്ലുവിളിപ്പിച്ചു. അതുപോലെ എത്ര വർഷമാണ് ആകാശം അടച്ചത്? 3 വർഷ കാലയളവിലേക്ക് ദൈവം എന്ത് ചെയ്ത്? അവിടുന്ന് ആകാശത്തെ അടച്ചു കളഞ്ഞു. ആലോചിച്ച് നോക്കിയേ, ആരാ? ഏലിയ ദൈവമാണോ? പ്രവാചകനാണ്. ദൈവമല്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഈ കൂട്ടത്തില്? ദൈവം. ഏലിയ ആരാണ്? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിന്റെ അരുളപ്പാടുകളുള്ളവൻ, ദൈവം പറയുന്നത് കേൾക്കുന്നവൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. ദൈവം പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ദൈവം തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ വാക്കുകൾ ശ്രമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മോശ എന്ന പ്രവാചകനോട് ദൈവം എപ്പോഴും സംസാരിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ അവരോട് എല്ലാം നേരിട്ട് ദൈവം സംസാരിച്ചിരുന്നില്ല. ദൈവം സംസാരിക്കാനായിട്ട് ദൈവം പേര് ചൊല്ലി വിളിച്ചത് ആരെയായിരുന്നു? മോശയായിരുന്നു. ഇതുപോലെ ഏലിയ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം വിളിച്ചു. ദൈവത്തിന്റെ പദ്ധതികള്, ദൈവത്തിന്റെ പ്ലാനുകള്, ദൈവം പറയുന്നത് കേൾക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി ദൈവം വിളിച്ച പ്രവാചകനായിരുന്നു ഏലിയ. പ്രിയമുള്ളവരെ, ആ ഏലിയയാണ് 3 വർഷ കാലയളവിലേക്ക് എന്ത് ചെയ്ത്? ആകാശത്തെ ദൈവം അടപ്പിച്ചു കളഞ്ഞു ആ ഏലിയ പ്രവാചകനിലൂടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണഗതിയിലുള്ളൊരു മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അവനിതാ ദൈവത്തിന്റെ വചനം കൊണ്ട് ആകാശത്തെ അടച്ചു. എങ്ങനെയാ ആകാശത്തെ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ? എങ്ങനെയാ? അവന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായിരുന്നു. അവൻ പറയുന്നത് കർത്താവ് പറയുന്നതായിരുന്നു. അവന്റെ വാക്ക് കേൾക്കുന്നവർ കർത്താവിന്റെ സ്വരം ശ്രവിക്കുന്നത് പോലെയും ആകാശം പോലും അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടു. അവൻ പറഞ്ഞ വാക്കുകൾ അനുസരിച്ചു. ആകാശത്തോട് ഏലിയ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ പറയാതെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഇനി എന്ത് ചെയ്യരുത്? മഞ്ഞോ മഴയോ പെയ്യാൻ പാടില്ല. എന്നിട്ട് അനുസരിച്ചോ? ഇന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പറഞ്ഞിട്ട് അതേപോലെ സംഭവിക്കുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ ഇല്ല. എന്തുകൊണ്ടാ? ഇവിടെയാണ് കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മിക്കേണ്ടത്. ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാ? തീയിടാനാണ്. തീയിടാൻ. ആ തീ എന്ന് പറഞ്ഞാൽ നിന്നെ ദഹിപ്പിക്കുന്ന തീയല്ല, പിന്നെയോ നിന്നെ അഭിഷേകമാക്കി മാറ്റുന്ന തീ. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധ വചനം പറയാണ്, ഏലിയ ഗുഹയിലായിരുന്നപ്പോൾ ദൈവമായ കർത്താവ് ഏലിയായി വിളിച്ചു. ഏലിയായോട് ചോദിച്ചു, ഏലിയ നീ എന്തെടുക്കുകയാണ്? നീ അവിടെ എന്തെടുക്കുകയാണ്? ഏലിയ എന്ത് മറുപടി പറഞ്ഞ? കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയിൽ ഞാൻ ജ്വലിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജ്വലിക്കുന്ന ഒരവസ്ഥ. ഇതാണ് തീ പിടിക്കുന്ന ഒരവസ്ഥ, ജ്വലനം.
എന്റെ ജീവിതത്തിൽ കർത്താവിനെ ഓർത്ത് ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു ധ്യാനം കൂടണമെന്ന് ചിന്തിക്കുമ്പോൾ, ഒരു ധ്യാനത്തിന് വരണമെന്ന് വിളിക്കുമ്പോൾ, ഒരു ധ്യാനം കൂടാൻ പോകണമെന്ന്, എന്തിന് ഒരു ഞായറാഴ്ചയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ പോലും ഒരു ജ്വലനം എന്റെ ജീവിതത്തിൽ കർത്താവിനെ കേൾക്കാൻ, കർത്താവിനെ കാണുവാൻ, കർത്താവിനെ അനുഭവിച്ചാൽ പറയും പറ്റും എന്നുള്ളൊരു ജ്വലനം, ഒരു അഭിഷേകം എന്നിൽ നിറയാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായി മാറി? നിങ്ങൾ ഭൂമിയിൽ തീ പിടിച്ചു കഴിഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇവിടെ പറയാണ്, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയും. ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മളോട് പറയാണ്, നിങ്ങൾ ഭൂമിയിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ സമാധാനം നൽകുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പോ സമാധാനം നൽകാനല്ലേ ഈശോ നമ്മളെ വിളിക്കുന്നത്? നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത്, ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് സമാധാനം നഷ്ടപ്പെട്ടൊരു ജീവിതമാണോ? ആണോ? പിന്നെ എന്തുകൊണ്ടാ പരിശുദ്ധ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരിക്കൽ കൂടി നമുക്ക് വചനം ഒന്ന് വായിക്കാം. ഭൂമിയിൽ 51, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ സമാധാനം നൽകാനാണെന്ന്. അതിന്റെ അടുത്ത വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവിന്റെ വചനം പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ സമാധാനത്തിൽ ജീവിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ നിങ്ങളെ ഭിന്നതയിൽ നിർത്താനെന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ഭിന്നത എന്ന് പറയുന്നത് എന്താണ് ഭിന്നത? വാളെന്ന് പറയും, അല്ലെങ്കിൽ കലാപം. കലാപം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? കലാപം എന്ന് പറഞ്ഞാൽ എന്താണ്? കലാപം എന്താ പറഞ്ഞേ? വഴക്ക്, കലഹം. ഒരു വീട്ടില് കർത്താവിന്റെ വചനം പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് സമാധാനം നൽകാനല്ല, പിന്നെ എന്താ നൽകാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭിന്നത എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 34 മുതൽ 39 വരെയുള്ള വചനം ഒന്ന് വായിക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 34 മുതൽ 39 വരെയുള്ള വചനങ്ങൾ വായിക്കാമോ? കിട്ടിയ ആള്? മത്തായി എവിടാണെന്ന് അറിയാമോ? ആ ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുവാണ്, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വീണ്ടും, സമാധാനമല്ല, വാളാണ്. കണ്ട, സമാധാനത്തിന് വേണ്ടി കടന്നു ചെല്ലുന്ന നമ്മളോട് പറയാണ്, സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, പിന്നെന്താണ്? വാള്. വീണ്ടും വായിക്കാമോ? എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ്. എന്റെ കർത്താവ്, എന്താ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. കുടുംബത്തിൽ ഭയങ്കര അസ്വസ്ഥത ഉളവാക്കുമെന്നാണ് ദൈവം പറയുന്നത്. ആ വചനം താണ്ട് നമ്മൾ ഒന്നും കൂടെ വായിക്കുകയാണ് 35 മുതല്. എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിന് എതിരാക്കും. അപ്പൊ നിങ്ങൾക്കൊരു ബോധ്യം കിട്ടിയില്ലേ? ചുമ്മാതല്ല ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും കുടുംബത്തിൽ എന്ത് ലഭിക്കാത്തത്? സമാധാനം ലഭിക്കും. കാരണം ഈശോ തന്നെ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിന് എന്ന് പറഞ്ഞാൽ മകനെ അപ്പനെതിരാക്കും. വീണ്ടും അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കർത്താവേ, പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ ഈ ഒരു വചനം വായിച്ചിട്ട് പലർക്കും പല ഡൗട്ടുകളാണ്. കാരണം ഒരു തീഷ്ണതയിലുള്ള ആൾക്കാർ ഈ വചനം വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ തീഷ്ണത എന്ത് ചെയ്യുക? നഷ്ടപ്പെട്ടുകയാണ്. ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരി ഒരിക്കലും രാത്രി എന്നെ വിളിക്കുകയാണ്, ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് അവൾ എന്നോട് പറയണം, എൻ്റെ ബ്രദറെ, കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായം 34 മുതലുള്ള വചനമാണ്. അത് വായിച്ച് ഞാൻ ബ്രദറെ ആകപ്പാട് അസ്വസ്ഥയായിരിക്കുകയാണ്. ബ്രദറെ, എനിക്കത് മനസ്സിലാവുന്നില്ല. ബ്രദർ അത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഒന്ന് വ്യാഖ്യാനിച്ചു തരുമോ? അപ്പൊ ഞാൻ ചോദിച്ചു, അതിന്റെ ഹെഡിങ് എന്താണ് എഴുതിയിരിക്കുന്നത്? സമാധാനമല്ല. ഞാൻ പറഞ്ഞു, ഇനി എന്തിനാ വേറെ ഹെഡിങ്ങിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. എന്ത് എഴുതിയിട്ടുണ്ട്? സമാധാനമല്ല
ഭിന്നതയാണ് ഞാൻ നൽകുന്നതെന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ജനമേ, നമ്മൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മുടെ സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ കുടുംബത്തിന്റെ മേഖലകളിൽ, നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ നീ കർത്താവിന്റെ മുന്നിൽ സമാധാനം ആവശ്യപ്പെടുമ്പോൾ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്ന സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുവനെ അവന്റെ അപ്പനെതിരെയും മറ്റൊരുവളെ അമ്മയ്ക്കെതിരെയും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരെയും തിരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഈ വചനഭാഗം വായിച്ച് ധ്യാനിച്ച് എന്റെ ജീവിതത്തിൽ കർത്താവേ ഭൂമിയിൽ തീയിടാനാണെന്നുള്ള അങ്ങയുടെ പരിശുദ്ധ വചനം എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അഭിഷേകമായി മാറുന്നത്, ഈ വചനത്തിലൂടെ ഞാൻ കേട്ടത്, ഞാൻ കണ്ടത് എന്നെ ഭയപ്പെടുത്തുന്ന അവസ്ഥകളാണോ? പ്രിയമുള്ളവരെ, എന്താണ് ഈ വചനം ശരിക്കും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഈശോ പറയാണ്, ഭൂമിയിൽ സമാധാനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുന്ന എനിക്കും നിനക്കും സ്വർഗം നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സഹനം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പര്യായമാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിലായിരിക്കുമ്പോൾ സാധാരണഗതിയിൽ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം അവസ്ഥകൾ നിന്നെ തൊടുന്നില്ല, അതിന്റെ ഇരട്ടി പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തി പഴയതെല്ലാം കടന്നുപോയി പുതിയ സൃഷ്ടിയായി രൂപാന്തരീകരണം സംഭവിക്കണം. എങ്ങനെയാ പഴയത് കടന്നു പോകേണ്ട? എങ്ങനെയാ? ഒന്ന് പറഞ്ഞാൽ തിരിച്ച് രണ്ട് പറയുന്നതാണ് എന്റെ ജീവിതത്തിൽ അവസ്ഥയെങ്കിൽ, ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ഒന്ന് പറയുന്ന, നിന്റെ വാ തുറന്ന് അണ്ണാക്കിൽ കരങ്ങളിട്ട് കുത്തുന്ന വ്യക്തിയുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നീ കർത്താവിന്റെ മുന്നിൽ, ഈശോയെ ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പറയുവാൻ നിനക്ക് സാധിക്കണം. മനസ്സിലായോ? കർത്താവ് പറയാണ്, ഇന്നലെ വരെ നിന്നോട് സഹകരിച്ചുകൊണ്ടിരുന്ന, നിന്റെ മുന്നിൽ നല്ലതുപോലെ മെച്ചപ്പെട്ട രീതിയിൽ നിന്നെ എല്ലാ രീതിയിലും സഹായിച്ചുകൊണ്ടിരുന്ന നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നിനക്കെതിരെ ഭിന്നതകൾ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളോട് സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ മോശപ്പെട്ട രീതിയിൽ തെറി വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായ രീതിയിൽ എന്നെ ഉപദ്രവിക്കുമ്പോൾ, എനിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ ആ വ്യക്തിക്കെതിരെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ വ്യക്തിക്കെതിരെ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ്? എങ്ങനെയാ? കർത്താവിനോട് എനിക്ക് പറയാൻ സാധിക്കണം. എന്താ പറയാൻ പറ്റേണ്ടത്? കർത്താവേ, ഞാൻ അറിഞ്ഞ ദൈവത്തെ, എനിക്ക് കിട്ടിയ കർത്താവിന്റെ അഭിഷേകത്തെ ഈ വ്യക്തിക്കും നൽകി ഈ വ്യക്തി എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നും കർത്താവിന്റെ കൃപ എന്നിൽ നിറയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്റെ കൂടെ സഹകരിക്കുന്നവരും എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്റെ ജീവിതത്തിലേക്ക് എന്താ അവസ്ഥകൾ കടന്നു വരുന്നത്? എനിക്ക് എതിരാവുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെടും. ആ വ്യക്തി എങ്ങനെ ജീവിക്കണം, ആ വ്യക്തി എങ്ങനെ പ്രവർത്തിക്കണം, അദ്ദേഹം എന്ത് സംസാരിക്കണം, എങ്ങനെ യാത്ര ചെയ്യണം എന്നെല്ലാം ആരാ പറയുന്നത്? അദ്ദേഹത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് ആ വ്യക്തിയെ ക്രമീകരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഏലിയ തന്റെ ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കിയേ, അവിടുന്ന് ആഹാബ് രാജാവുമായിട്ടുള്ള വെല്ലുവിളിക്ക് ശേഷം തന്റെ ജീവിതത്തിൽ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ആഹാബിന്റെ നിന്നുള്ള അവിടുന്ന് പിന്നെ ജസ്ബൽ എന്ന് പറയുന്ന ആഹാബിന്റെ ഭാര്യയായ ജസ്ബൽ രാജ്ഞിയിൽ നിന്നും അവിടുന്ന് ജസ്ബൽ എന്താ പറഞ്ഞത്? നീ ബാൽദേവന്മാരെ കൊന്നതുപോലെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്നെ കൊല്ലുമെന്ന് ആരോടാ പറഞ്ഞത്? ഏലിയായോട്. ഏലി എന്ത് ചെയ്ത്? അവിടുന്ന് മരണവെപ്രാളം അവൻ ജീവനും കൊണ്ട് ഓടുകയാണ്. എങ്ങോട്ടാണ്? ഓടുകയാണ്. ആ ഓടുന്ന ഏലിയ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് ഓടുന്നതെങ്കിലും, പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കിയേ, അവനിൽ എന്തുണ്ട്? ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ആ അഭിഷേകമുള്ള ഏലിയ ഒരിടത്ത് ചെന്ന് കിടക്കുമ്പോൾ ആ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൂതൻ വന്ന് വിളിച്ചിട്ട് പറയാണ്, ഏലിയ എണീക്ക്, നീ വിശന്നിരിക്കുകയാണ്. കണ്ടോ? ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ജീവിതത്തിൽ ഏത് അവസ്ഥകൾ വന്നാലും ദൈവത്തിന് എന്തറിയാം? ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം ആർക്കറിയാം? ദൈവത്തിനറിയാം. ഏലിയായെ വിളിച്ചുണർപ്പിച്ചിട്ട് ദൈവമായ കർത്താവിന്റെ ദൂതൻ പറയാണ്, ഏലിയ നീ എണീറ്റ് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. കാരണം നിനക്കിനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. കാരണം ഏലിയായ്ക്ക് പോലും അറിയത്തില്ല, ഏലിയായുടെ കുടുംബങ്ങളിലുള്ളവരല്ല എന്ന് പറയുന്നത് പിന്നെ ആരാ? അതെ, താൻ ആരാധിക്കുന്ന തന്റെ ദൈവമായ കർത്താവിന്റെ ദൂതൻ വന്നിട്ട് പറയാണ്, വിളിച്ചുണർത്തിയിട്ട് നീ എണീറ്റ് ഈ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുക. അതുപോലെ ഏലിയായുടെ ജീവിതത്തിൽ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ഏലിയായ്ക്ക് ആരാ ഭക്ഷണം എത്തിച്ചു കൊടുത്തത്? ദൈവമായ കർത്താവ്.
പ്രിയമുള്ളവരിവിടെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പറയാണ് ഏലിയായ്ക്ക് എങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടത്? പറ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏലിയയ്ക്ക് എങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടത്? ഏലിയായിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ടപ്പോൾ ആ ആത്മാവിനാൽ ഏലിയ പ്രവചിച്ചു. എന്ത് ചെയ്ത്? ആകാശത്തെ അടച്ച് ഏലിയ. അതുപോലെ ആഹാബ് രാജാവിന്റെ ഭാര്യയായ ജസബലിനെതിരെ അവിടുന്ന് എന്ത് ചെയ്ത്? ജസബലിനെ അവിടുന്ന് ബാൽദേവന്മാരെ ആരാധിക്കുന്ന എല്ലാവരെയും, എല്ലാ പ്രവാചകന്മാരെയും, ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയ എന്ത് ചെയ്ത്? കൊന്നുകളഞ്ഞു, അവരെല്ലാം നശിപ്പിച്ച്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഏലിയായിൽ ഉണ്ടായതിന്റെ പേരിലാണ് ഏലിയായ്ക്ക് അതെല്ലാം ചെയ്യുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, ഇതാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏലിയായ്ക്ക് എന്ത് നഷ്ടപ്പെട്ട്? ഈ ഭൂമിയിൽ അവന്റെ സമാധാനം നഷ്ടപ്പെട്ട്. ഈശോ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? സമാധാനം നൽകുന്നതിന് വേണ്ടിയല്ല. അന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഭിന്നതകൾ നൽകാൻ. ഭിന്നത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവ് ഒരാളിൽ വസിക്കുമ്പോൾ ആ വ്യക്തിയെ പിന്നെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അംഗീകരിക്കാൻ. അവരുടെ വീട്ടിലുള്ളവർ, കാരണം ഈ വ്യക്തിയുടെ പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികള് മനുഷ്യന്റെ ബുദ്ധിയിലും അവന്റെ ചിന്തകളിലും അവന്റെ അവസ്ഥകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആ വ്യക്തിക്ക് എതിരായി മാറും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തി ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നാമായി സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മേഖല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എപ്പോഴും സഹനത്താൽ നിറഞ്ഞതായിരിക്കും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സഹനം എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. സഹനം എന്ന് പറയുന്നത് എന്താണ്? അതൊരിക്കലും ഒരു പരസ്യമല്ല, ഒരു രഹസ്യമാണ്. എന്തുകൊണ്ടാ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. എന്താണ്? സഹനം. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കർത്താവിന്റെ സ്നേഹമായി കാണണം. എങ്ങനെയാണ്? ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞു ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടാകും? സഹനങ്ങൾ ഉണ്ടാകും. അപ്പൊ കർത്താവിന്റെ വചനം പറയാണ്, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തായി മാറരുത്? ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കർത്താവിന്റെ സ്നേഹമായി എനിക്ക് കാണാൻ പറ്റണം. മനസ്സിലാവുന്നില്ല? എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം എനിക്ക് വന്നു, അപ്പോൾ ഞാൻ വചനം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു രോഗം, ഒരവസ്ഥ വന്നു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോയി, ഡോക്ടർമാർ പരിശോധിച്ചു. അതിനുശേഷം ആ ഡോക്ടർ ആ രോഗത്തിന് ഒരു കറക്റ്റ് കാര്യം പറഞ്ഞു തന്നു. ഈ രോഗം ഇന്ന രോഗമാണ്. ഈ രോഗത്തെ കുറിച്ച് പേര് കേട്ടപ്പോൾ ദൈവത്തിന്റെ മുന്നിൽ വിശ്വാസത്തിൽ ജീവിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഞാൻ എന്തായി മാറി? എന്റെ വിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ മുന്നിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്കൊന്ന് പറയാമോ? എന്തൊക്കെയായിരിക്കും? കർത്താവേ, ഞാൻ മറ്റുള്ളവരെ പോലെയാണോ നിന്റെ മുന്നിൽ? നിനക്ക് വേണ്ടി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്ന വ്യക്തിയല്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. ആര് പറയുന്നതാ ഇതൊക്കെ? നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നതാണ്. ഞാൻ ദൈവത്തിന്റെ മുന്നിൽ വചനം പറഞ്ഞ് കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ വലിയ ശക്തി പ്രാപിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രോഗാവസ്ഥ എന്നിലേക്ക് വന്ന് എന്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് പെട്ടെന്ന് മറ്റുള്ളവർ വന്ന് എന്റെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി എന്നെ എവിടെ കൊണ്ടുപോയി? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഡോക്ടർ പിറ്റേന്ന് 2-3 ദിവസം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന ഒരു രോഗമാണ്, ഒരു വലിയ രോഗത്തിന്റെ പേര് എന്നോട് പറഞ്ഞു. ഈ രോഗത്തിന്റെ പേര് കേട്ടപ്പോൾ മുതൽ ഞാൻ എന്തായി മാറി? പറ നിങ്ങളെ, എന്തായി? എന്റെ സമാധാനം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പറയുന്നത്? ഈ രോഗത്തിന്റെ ലക്ഷണം കേട്ടപ്പോൾ എനിക്ക് എന്തായി? എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഇതല്ലേ കർത്താവ് പറഞ്ഞത്? ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് ചെവി തുറന്ന് കേട്ടെ. ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ വായിച്ചില്ലേ, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഞാൻ കർത്താവിലാണെന്ന് വിചാരിച്ച് ദൈവഹിതമനുസരിച്ച് ശുശ്രൂഷ ചെയ്ത് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് എല്ലാ സമയങ്ങളിലും പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രോഗം വന്ന് എന്നെ വീട്ടുകാർ ആശുപത്രി കൊണ്ടുപോയി. അവിടെ പരിശോധിച്ചിട്ട് ഡോക്ടർ പിറ്റേന്ന് പറഞ്ഞു, നിനക്ക് ഇന്നേ ഒരു രോഗമാണ്. ഈ രോഗം ആണെന്ന് കേട്ട എൻ്റെ സമാധാനം ഉടനെ എന്ത് ചെയ്ത്? നഷ്ടപ്പെട്ട്. ഇത് തന്നെയല്ലേ ഈശോയോട് പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്?
ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടോ? ഞാൻ ആ ബൈബിളിലെ വചനമാണ് ഈ വായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വചനം മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 34 മുതലുള്ള തിരുവചനം. അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത്? ഇത്രയും നേരം നല്ല സമാധാനത്തിൽ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എന്തെന്റെ മനസ്സിൽ ചിന്തിച്ചാലും അപ്പോഴേ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ എന്റെ ജീവിതത്തിലാണ് ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു രോഗാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പോയപ്പോൾ എന്താ ആദ്യം നഷ്ടപ്പെട്ടത്? എന്റെ സമാധാനം. ഇത് തന്നെയാണ് ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്താ സമാധാനമല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, പിന്നെയോ ഭിന്നതകളാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം. അതില്ലേ അവിടുന്ന് ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 49 നമ്മൾ എന്ത് വായിച്ചു? എന്താ വായിച്ചത്? ഞാൻ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, അടുത്തത് വീണ്ടും ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വിചാരിക്കുന്നെങ്കിൽ ഇതാ നിന്റെ സമാധാനം എന്ത് ചെയ്ത് നഷ്ടപ്പെട്ട്. എങ്ങനെയാ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? നിന്റെ ജീവിതത്തിൽ നീ ധരിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് നിനക്ക് വ്യത്യസ്തമായ അവസ്ഥകളിലേക്ക് നീ കടന്നുപോയപ്പോൾ നിന്റെ സമാധാനം എന്ത് ചെയ്ത് നഷ്ടപ്പെട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിനുശേഷം ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുന്നിൽ പറയുകയാണ്, കർത്താവേ, ഇവരെ കണക്കായിരുന്നില്ല ഞാൻ. ആഴ്ചയിൽ ഒരു ദിവസം നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ മാസങ്ങളിലും ഞാൻ ദശാംശം കൊടുക്കുന്ന വ്യക്തിയാണ്. ദൈവഹിതമല്ലാത്ത രീതിയിൽ ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സഭ പറഞ്ഞത് കേട്ട് മത്സ്യം മാംസം വേണ്ടെന്ന് വെച്ച് ഞാൻ നിന്റെ മുന്നിൽ എന്താണ് നിനക്ക് പ്രിയപ്പെട്ടവനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ഇങ്ങനെയൊന്നും ജീവിക്കാത്തവർക്ക് ഈ രോഗങ്ങളൊന്നുമില്ല. കർത്താവേ, ഇത്രത്തോളം നിനക്ക് പ്രിയപ്പെട്ടവനായി ജീവിക്കുന്ന എനിക്ക് തന്നെയാണ് നീ എന്ത് തന്നത്? ഈ രോഗം എനിക്ക് വരാൻ കർത്താവേ ഞാൻ എന്ത് ചെയ്തു? മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സഹനം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. സഹനത്തെ കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സഹനം ഒരു രഹസ്യമാണെന്നാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇതുപോലുള്ള അവസ്ഥകളെ ദൈവം അനുവദിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതാ കർത്താവിന്റെ സ്നേഹമായി കാണണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കിപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ രോഗമുണ്ടെന്ന് വിചാരിക്കുക. ആ രോഗത്തെ ഞാൻ എന്തായി കാണണം? കർത്താവിന്റെ സ്നേഹമായി. അപ്പോൾ എപ്പോഴാ കർത്താവ് എന്റെ ജീവിതത്തിൽ വന്ന രോഗത്തെ ഞാൻ സ്നേഹമായി കാണുമ്പോൾ, എന്റെ ജീവിതത്തിൽ വന്ന സഹനത്തെ ഞാൻ സ്നേഹമായി കാണുമ്പോൾ, അപ്പോൾ ഞാൻ എന്തായി മാറുന്ന? ഞാനൊരു വിശുദ്ധനായി മാറും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരിക്കൽ കൂടി നിങ്ങൾ ഒന്ന് ഉണർന്നിരുന്നേ, ഉറക്കമൊന്ന് മാറ്റിയിട്ടിരുന്നേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ബോധ്യം നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടബാധ്യത, നിന്റെ ജീവിതത്തിൽ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പോലെ ജീവിതത്തിൽ ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ വേട്ടയാടുമ്പോൾ ആ പ്രശ്നത്തെ നീ എന്തായിട്ട് എടുക്കണമെന്നാ ദൈവം പറയുന്നത്? ദൈവത്തിന്റെ സ്നേഹമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ ഓടി നടന്ന് കണ്ട് പരാതി പറയുന്ന, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന എന്റെ ജീവിതത്തിലെ അവസ്ഥയെ ഞാൻ എന്താക്കി മാറ്റണം? ഞാനത് കർത്താവേ, ഇത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നല്ലോ, ഈ സ്നേഹത്തെ ഓർത്ത് ഞാനങ്ങേ ആരാധിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് പറ്റണം. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന സഹനത്തെ സ്നേഹമായി കാണുവാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ ഞാനൊരു വിശുദ്ധനായി മാറും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. എന്നാൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേദനയായി മാറിയാൽ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേദനയായി എന്റെ ജീവിതത്തിൽ മാറിയാൽ ഞാൻ എന്തായി മാറും? പറ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ, ഉദാഹരണം ഞാൻ പറയാണ്, ഒരു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായെന്ന് ചിന്തിക്കുക. ഒരു രോഗങ്ങളും ഇല്ല, ഒന്നുമില്ല, നല്ലപോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന ബാങ്ക്, പ്രൈവറ്റ് ബാങ്കില്ലേ, അത് പൊട്ടിപ്പോയി. ആ ബാങ്ക് നടത്തിക്കൊണ്ടിരുന്നവർ ഇവിടുന്ന് മുങ്ങി, അവരെ പറ്റി ഒരു അറിവുമില്ല. പോലീസ് കേസൊക്കെ ആയി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഉടനെ ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഇത് സംഭവിച്ചു അടുത്ത നിമിഷത്തിൽ എന്താ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? അപ്പൊ എന്താ നിങ്ങൾക്ക് സംഭവിക്കുന്ന?
രോഗങ്ങളുണ്ടാവും. ഒരു രോഗിയായി നീ മാറും. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു രോഗവും നിനക്കില്ല. നീ വളരെ പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഹാലലുയ ഒക്കെ പറഞ്ഞ് തുള്ളിച്ചാടി ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിന്റെ ജീവിതത്തിലാണ് നിന്റെ ഡെപ്പോസിറ്റ് മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് നിന്റെ ജീവിതത്തിൽ നീ അറിയുമ്പോൾ പെട്ടെന്ന് നീ ആരായി മാറി? ഒരു രോഗിയായി മാറി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം പറയാണ്, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേദനയായി തരം താഴ്ത്തരുത്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗമായോ ജീവിതത്തിന്റെ ഒരു അവസ്ഥകളിൽ എന്തെങ്കിലും അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ പിന്നെ ആരോടും മിണ്ടില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധ കുർബാനയില്ല, ആരുമായി സംസാരമില്ല, സഹകരണമില്ല. പ്രാർത്ഥിക്കാനായിട്ട് ഒരു വ്യക്തിയെ വിളിക്കാമെന്ന് നമുക്ക് ഇന്നടുത്ത് പോയി അച്ഛനെ ഒന്ന് കണ്ട് തലയിൽ നിന്ന് കൈവച്ച് എന്തിന് ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം എനിക്കിതല്ലേ? പിന്നെ ഇതിന്റെ ആവശ്യം ഉണ്ടോ? ഉണ്ടോ ആവശ്യം? ഇല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇതിനെയൊക്കെ അങ്ങോട്ട് ബഹിഷ്കരിക്കുകയാണ്. ആരെയാണ്? ദൈവത്തെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നിനക്ക് വേദനയായി മാറിയാൽ നീ ആരായി മാറും? നീ ഒരു രോഗിയായി മാറും. എന്നാൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ അത് സ്നേഹമായാണ് നീ കാണുന്നതെങ്കിൽ നീ ആരായി മാറും? നീ ഒരു വിശുദ്ധയായി മാറും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്താണ്? സഹനം. സഹനം എന്ന് പറയുന്നത് കർത്താവ് നൽകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം കുന്നുകൂടുമ്പോൾ എൻ്റെ ജീവിതത്തെ കർത്താവ് എന്ത് ചെയ്യും? ഒന്ന് മാറ്റും. മനസ്സിലായില്ല? ഞാനിപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ റോഡിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് മറ്റുള്ളവരുമൊക്കെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ആരെങ്കിലും പറ്റി കുറ്റങ്ങളൊക്കെ പറഞ്ഞ് കുറ്റങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സ്വഭാവമായി ജീവിക്കുന്ന ഞാനാണെങ്കിൽ ദൈവമായ കർത്താവിന്റെ ആത്മാവ്, ഏതാത്മാവാ? തീ. ഏതാത്മാവാ? തീ. തീ എന്ന് പറഞ്ഞ ഏതാ? പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയില് തീയിടാനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കർത്താവ് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയില്. അതെ, ആ തീയിടുമ്പോൾ ആ തീ കത്തുന്ന നീ, തീയാൽ കത്തപ്പെടുന്ന നീ, തീയാൽ നിറയപ്പെട്ട നീ, പിന്നെ നീ നിൽക്കത്തില്ല. നിൽക്കുവോ? പിന്നെ എന്ത് ചെയ്യും? നീ ഓടാൻ തുടങ്ങും. എങ്ങോട്ടാ? നാടുവിട്ട് ഓടുന്നാണോ? അല്ല, നീ ആത്മാക്കൾക്ക് വേണ്ടി ദാഹത്തോടെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നീ വചനം നിന്റെ ഹൃദയത്തിൽ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങും. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. നീ പിന്നെ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് വചനം കേൾക്കണം. നിനക്ക് വീട്ടിലിരിക്കുവാനോ ടി വി കാണുവാനോ സിനിമ കാണാനോ ഒന്നും തോന്നത്തില്ല. റോഡിലൊക്കെ പോയി നിന്ന് മറ്റുള്ളവരുമായി കൊച്ചു വർത്താനം പറയാനൊന്നും തോന്നത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ആ സമയങ്ങളിലൊക്കെ ഒന്നെങ്കിൽ ബൈബിൾ എടുത്തു വെച്ച് വായിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ മുന്നിൽ അനേകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങും. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞു ജീവിക്കുന്ന വ്യക്തി അതില്ലാത്തൊരു വ്യക്തിയുമായിട്ട് ഒരിക്കലും എങ്ങനെ പോവില്ല? ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ വചനം, എന്തെന്നാൽ ഒരുവനെ തന്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും, ഒരുവനെ തന്റെ പിതാവിനെതിരെ. എങ്ങനെ ഒരുവനെ പിതാവിനെ എതിരാക്കുന്ന? എങ്ങനെ? പിതാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അഗ്നിയാൽ തീയായി മാറി അപ്പൻ ആരായി മാറി? തീയായി മാറി. തീയായി മാറി അപ്പനെ ഒരിക്കലും മകൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവന് എന്തില്ല? അവന് തീയില്ല. ചേർന്ന് പറഞ്ഞേ, പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഒരുവന് തന്റെ അപ്പനെതിരായി അവൻ മാറുന്നത് അപ്പൻ ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം തെരഞ്ഞെടുക്കുമ്പോൾ ഈ ലോക ജീവിതം നയിക്കുന്ന മകൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പന്റെ പ്രവൃത്തികളെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തികൾ കണ്ട് ഈ ഭൂമിയിൽ, ഈ ജഡത്തിൽ, ഈ ലോക ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? അവൻ അതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അവനെതിരെ അതിൽ പറഞ്ഞിരിക്കുന്ന, ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നതുണ്ടോ? അവിടുന്ന് എന്തെന്നാൽ അവിടുന്ന് ഒരുവനെ തന്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ്. കണ്ടോ? ഭിന്നിപ്പിക്കാൻ. നമ്മുടെ ജീവിതങ്ങളിൽ ചില വാക്കുകൾ ഇപ്പം പറയാണ്, മക്കള് ജീവിതത്തിൽ ഇറങ്ങി പോകുമ്പോൾ ആത്മാവിനാൽ നിറഞ്ഞൊരപ്പൻ ചോദിക്കും എവിടെ പോകുന്നു? അപ്പൊ മക്കളെന്താ പറയുന്നത്? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, പിന്നെ ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോട്ടെ. അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന, തീ പിടിച്ച് നിൽക്കുന്ന അപ്പൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അപ്പൻ എന്ത് പറയും? അപ്പോൾ മക്കളോട് പറയും, നിങ്ങൾ അകത്തങ്ങനെ പോയിരി, അല്ലെങ്കിൽ കുറച്ചു നേരം ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിര്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയിരുന്ന് അവിടെ നിന്ന് നിൽക്കുന്നതും പറയുന്നതും സംസാരിക്കുന്നതൊന്നും ദൈവഹിതമല്ല, അതൊന്നും ശരിയല്ല എന്ന് പറയും. ഇത് മക്കൾ അംഗീകരിക്കുമോ? ഈ മകൻ അപ്പോൾ അപ്പന് എതിരാണോ? ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഒരു മകൻ അപ്പനെതിരായും
മകൾ അമ്മയ്ക്കെതിരായും പിന്നെ മരുമകള് അമ്മായിയമ്മയ്ക്കെതിരായും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നിറയുന്ന വ്യക്തിക്കെതിരായി ഈ ലോക ജീവിതം നയിക്കുന്നവർ മാറും. ഈ ലോകത്തിലുള്ളവര് അവർ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളിലൂടെ കടന്നു പോകും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ ആ സഹനങ്ങളിലൂടെ നിന്റെ ജീവിതത്തിൽ കർത്താവ് എന്തായി മാറ്റും? അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. സഹനം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ സഹനം തന്നിട്ട് നിന്നെ വിട്ടിട്ട് പോവോ? മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഞാൻ പറയാണ്, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നാളെ എനിക്ക് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറയാണ് വലിയ ഒരു ക്യാൻസർ രോഗിയാണ് നീ എന്ന് പറയുമ്പോൾ ആ ക്യാൻസർ രോഗം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തിയും ദൈവം എന്റെ കൂടെ അയച്ചിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതത്തിൽ ഈ ലോക ജീവിതം നയിക്കാതെ സ്വർഗത്തിന്റെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വീണപ്പോൾ നാല് ചുറ്റുമുള്ളവർ എന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ഈ പ്രശ്നങ്ങൾ എന്റെ മുന്നിൽ എന്റെ ജീവിതത്തിൽ അനുവദിച്ച സർവശക്തനായ ദൈവം അവരെ കൂടെ നിന്നുകൊണ്ട് എന്നെ കളിയാക്കില്ല, മറിച്ച് എന്ത് ചെയ്യും? എന്നെ ഈ പ്രശ്നത്തിൽ നിന്നും എണീക്കുവാൻ, ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് എന്റെ സർവശക്തനായ ദൈവം എന്നെ ചേർത്ത് പിടിക്കും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇതുകൊണ്ടാണ് പറയുന്നത്, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര്? റോമക്കാർക്ക് ഇത് ലേഖനം 8:35 പറയാണ്, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും. കാരണം എന്താ? ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആരുടെ പദ്ധതിയാണ്? ഹെബ്രായരുടെ ലേഖനം 12-ാമത്തെ അധ്യായം. ഹെബ്രായർ എവിടാന്ന് അറിയാമോ? അറിയാവുന്നവരെടുത്ത് ഹെബ്രായരുടെ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉണ്ട്. ആരാ ഈ സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്നത്? മറ്റുള്ളവരല്ല, വിശുദ്ധരാണ്. നമുക്ക് മുമ്പേ ദൈവത്തിന്റെ സഹനം സ്വീകരിച്ചവര്, എനിക്ക് മുമ്പേ കർത്താവിന്റെ സഹനം സ്വീകരിച്ചവരാണ്. അവരെന്ത് ചെയ്ത്? അതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക്. അതെ പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ ജീവിതം കണ്ടിട്ട് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമല്ല ഞാൻ തെരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് അനേകങ്ങൾ അങ്ങനെയാണ്. എല്ലാവരും വിശുദ്ധ അൽഫോൻസാമ്മയെ വിളിക്കും, അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കും. പക്ഷെ ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കാറില്ല അൽഫോൻസാമ്മയെ പോലൊരു ജീവിതം നയിക്കണമെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? വിശുദ്ധ അന്തോനിസിന്റെ അടുത്ത് എന്ത് സാധനം കാണാതെ പോയാലും അന്തോനിസിനെ വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ഒരിക്കൽ പോലും അന്തോനിസ് ജീവിച്ചതുപോലെ പാപം ചെയ്യാതെ, കള്ളം പറയാതെ, ആരുടെയും മുതൽ ആഗ്രഹിക്കാതെ ജീവിതം നയിക്കണമെന്നുള്ളൊരു ചിന്ത എന്റെ ജീവിതത്തിലുണ്ടോ? അന്തോനിസിനെ പോലെ. അങ്ങനെ ജീവിച്ചപ്പോൾ അന്തോനിസിന് ദൈവം എന്താ കൊടുത്തത്? എന്താണ് കൊടുത്തത് അന്തോനിസിന്? ശരിയല്ല, എന്താണ്? അന്തോനിസിന്റെ നാവ് ഇന്ന് വരെ എന്തായിട്ടില്ല? അഴുകിയിട്ടില്ല. അതല്ലേ അഴുകാത്ത നാവിന് ഉടമയാണ് വിശുദ്ധ അന്തോനിസ്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ചുറ്റും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ, വലിയൊരു സമൂഹം ജനം, ദൈവത്തെ അറിഞ്ഞവർ, നമുക്ക് മുമ്പേ സഹനത്തിലേക്ക് ചെന്നുപെട്ടവർ, നമുക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട് വാളാൽ പീഡിപ്പിക്കപ്പെട്ടവർ അനേകങ്ങൾ. ഈ ഭൂമിയിലേക്ക് ദൈവം വന്ന് ഈ ഭൂമിയിൽ തീയിട്ടപ്പോൾ ആ തീയിലൂടെ നമുക്ക് മുമ്പ് ഒരു സമൂഹം ഉയർന്നു നിൽപ്പുണ്ട്. പ്രിയമുള്ളവരെ, വചനം പറയാണ്, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം. കണ്ടോ, ഇതൊരു ഓട്ടപ്പന്തയമാണ്. അതിൽ ഓടിക്കണം ജയിക്കാൻ. എങ്ങനെയാ? നമ്മൾ മാത്രമാണോ ഓടുന്നത്? അനേകങ്ങൾ തീ പിടിച്ച് നിൽക്കുകയാണ്. എങ്ങനെയാ? അനേകങ്ങൾ തീ പിടിച്ച് നിൽക്കുകയാണ്. ഇവരെല്ലാം എന്ത് ചെയ്യും? ഓടും. ആ ഓട്ടത്തിൽ നീ എന്ത് ചെയ്യണം? നീ സമ്മാനം കരസ്ഥമാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഉത്സാഹത്തോടെ എന്ന് പറഞ്ഞാൽ ആ ഓട്ടപ്പന്തയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ഇതെന്റെ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി കണ്ടുകൊണ്ടാണ്. ഒരിക്കലും പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപ എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ മേഖലയാണ് എന്റെ ജീവിതത്തിൽ അവിശ്വാസത്തിലൂടെ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. അവിശ്വാസിക്ക് ഒന്നും
നേടാൻ കഴിയില്ല. ഒന്നും നേടാൻ പറ്റില്ല, ഒന്നും സാധിക്കില്ല. വിശ്വാസമില്ലാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. വീണ്ടും നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളില് എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും, കുടുംബം മുഴുവനും വലിയ അവസ്ഥയിലായാലും, പ്രിയമുള്ളവരെ, അവിടെയും നീ എന്ത് വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. പ്രിയമുള്ളവർ, ഇതെനിക്ക് പറയാൻ പറ്റണം. എനിക്ക് ഒരുപാട് അവസ്ഥകൾ എന്റെ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നെങ്കിൽ എന്തിനു വേണ്ടിയാ? എനിക്ക് മുമ്പേ ഓടിയ ആൾക്കാരെക്കാൾ മുൻപ് അവരെ കൂടെ എന്നെയും എത്തിക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന, പ്രിയമുള്ളവർ, ഇന്ന് അനേകങ്ങൾ വീണ് കിടക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസം കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. കുടുംബത്തിലേക്ക് ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അതോടുകൂടി എന്ത് ചെയ്ത് വിശ്വാസം നഷ്ടപ്പെട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ദൈവ കൃപ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു രോഗി കർത്താവിന്റെ മുന്നിൽ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു ബാങ്കിൽ ചെന്നൊരു ലോൺ എടുക്കണമെങ്കിൽ ബാങ്കിന് എന്നെ പറ്റി എന്താ വേണം? വിശ്വസ്തത വേണം. ഞാൻ തിരിച്ചടയ്ക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്. അതല്ല, ഞാൻ ബാങ്കിൽ ചെന്ന് പറയാണ് എനിക്കൊരു 5 ലക്ഷം രൂപ വേണം, എനിക്ക് തിരിച്ചടയ്ക്കാനൊന്നും പറ്റത്തില്ല, അവർ തരുമോ? ഇതുപോലെയാണ് വചനം പറയുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കണമെങ്കിൽ, ദൈവം നിന്നിൽ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കൃപ നിന്നിൽ നിറയപ്പെടണമെങ്കിൽ നിനക്ക് എന്ത് വേണം? നിനക്ക് വിശ്വാസം വേണം. കർത്താവിന്റെ മുന്നിൽ വിശ്വാസത്തോടെ നീ ഓടണം. എങ്കിൽ മാത്രമേ ഈ ഓട്ടപ്പന്തയത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജയിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് ഓടുന്നവർക്കൊന്നും എന്തില്ല? വിശ്വസ്തതയില്ല. നമ്മൾ മറ്റുള്ളവർ ഓടുന്നത് കണ്ട് നമ്മളും ഓടുകയാണ്. പക്ഷെ എവിടെയാണ് നമ്മൾ, എങ്ങോട്ടാണ് ഓടുന്നതൊന്നും നമുക്ക് അറിയത്തില്ല. മറ്റുള്ളവർ ഓടി, ഞാനും ഓടി.